കൊല്ലം ചുണ്ട ഫിൽഗിരിയിൽ വൻ കവർച്ച നടന്നു. 25 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ചുണ്ട അയണിവിളയിലുള്ള സലീനയുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. സലീന കടയ്ക്കലിനടുത്തുള്ള ചപ്പാത്തിക്കടയിൽ 3 ദിവസമായി ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. ഇന്നും പതിവുപോലെ ജോലിക്ക് പോയി തിരികെ വരുന്നപ്പോഴാണ് വീടിന് പുറകുവശത്തുള്ള ഗ്രില്ല് തുറന്നു കിടക്കുകയും ഗ്രില്ലിന് സമീപമുള്ള കതക് കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് മോഷ്ടാക്കൾ അകത്ത് കിടക്കുകയും ചെയ്തിരിക്കുന്നതായി കണ്ടത്. മാമി വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്നിട്ട് എന്നെ വിളിക്കുമായിരുന്നു. വിളിച്ചപ്പം വീട് മൊത്തം അടിച്ചിട്ടേക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ വീട്ടിൽ വന്ന് കയറി നോക്കിയപ്പോഴത്തേക്കും വീടിൻ്റെ അകം മൊത്തവും അടിച്ചു പൊളിച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ സ്വർണ്ണങ്ങൾ പോയിട്ടുണ്ടെന്ന് മാമി പറഞ്ഞു. അപ്പോഴത്തേനെ നമ്മൾ പോലീസിനെ വിളിച്ച് നാട്ടുകാരും എല്ലാവരും വരികയാണ് ചെയ്തത്. ഓക്കെ, അകത്ത് കണ്ടപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അകത്ത് അലിമാരികളും അലിമാരിക്കകത്തുള്ള സാധനങ്ങൾ മൊത്തവും വലിച്ച് തറയിട്ടേക്കുമായിരുന്നു. CCTVയിലെ മോണിറ്ററും കാര്യങ്ങളും എല്ലാം തറയിൽ കിടക്കുമായിരുന്നു. പിന്നെ അടുക്കളയ്ക്കകത്തുള്ള കബോർഡുകളും കാര്യങ്ങളും എല്ലാം വെളി അടിച്ച് തകർത്തിട്ടേക്കുമായിരുന്നു. ഈ ബേക്കറി CCTV ഉണ്ടോ? ബാക്ക് സൈഡിൽ ബേക്കിൽ എല്ലായിടത്തും CCTV ഉണ്ട്. അത് അടിച്ച് പൊട്ടിച്ചേക്കാണോ? ക്യാമറകളൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ അകത്തെ ഹാർഡ് ഡിസ്കും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ മോണിറ്റർ ഇരുന്ന വയറുകളും കാര്യങ്ങളും എല്ലാം മുറിച്ചിട്ടേക്കുമായിരുന്നു. ഓ. അതുപോലെ പിന്നെ എത്ര അലമാരയുണ്ട് അതിനകത്ത്? അതെല്ലാം വലിച്ചിട്ടേക്കണോ? ഒരു 2-3 റൂമിലെയും അലമാരകളെല്ലാം വലിച്ചു കയറിയിട്ടേക്കുമായിരുന്നു. തുണിയെല്ലാം തറയത്ത് വലിച്ചു. ഈ സ്വർണ്ണമല്ല വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? അത്ര അറിയത്തുള്ളൂ ഇപ്പോൾ അല്ലേ? ഇപ്പോൾ വീട് സീൽ ചെയ്തിട്ടേക്കണോ? അപ്പുറം ആൾക്കാരുണ്ടോ? തൊട്ടടുത്ത വീടൊക്കെ ഉള്ളതാണോ? ഒരു വീട് അപ്പുറത്തുണ്ട്. ബാക്കി ചുറ്റിനും വീടുകളെല്ലാം കുറച്ച് ദൂരത്തിൽ വരുന്നു. ഒരു 50 മീറ്റർ 100 മീറ്റർ മാറി വരുന്നത്. വീടിനകത്ത് തുണിയും മറ്റു സാധനങ്ങളും വലിച്ചു വാരി നിരത്തിട്ടിരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. CCTV വീട്ടിലുണ്ടായിരുന്നു. അതിന്റെ റിസീവറും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.